സാറേ, സാറ് വീൽ ചെയറിൽ ഇരിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് സാറിനിപ്പോൾ മനസ്സിലായല്ലോ. സാർ ഇങ്ങനെ ഏത് നേരവും ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കരുത്. ഇതൊക്കെ രഹസ്യമായിട്ട് വെക്കുകയാണെങ്കിൽ. അതിപ്പോ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവനെ മേഘം പറഞ്ഞു വിട്ടാണോ? അതിന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. വേറൊരുത്തൻ തളർന്നു കിടക്കുന്നില്ലേ, അവന് കൂട്ടിരിക്കുന്നവനാ വന്നത്. അവന്റെ നടുവ് പോയല്ലേ? നട്ടെല്ലാം ഒടിഞ്ഞു കാണും. സാറ് നേരത്തെ ഇരുന്നതുപോലെ വീൽ ചെയറിൽ ഇരുത്താനായിരുന്നു പ്ലാൻ. പിന്നെ പോട്ടേന്ന് കരുതി. ഏന്തി വലിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിയാലും കുറച്ച് ദിവസം അവന് പ്ലാസ്റ്റർ ഇടേണ്ടി വരും. മറ്റവന്റെ കൂടെ ഇവനും അനങ്ങാതെ കിടക്കേണ്ടി വരും. ഇതിനിടയിൽ കണ്ടിട്ട് നടക്കുന്നതെങ്ങാനും അവൻ കണ്ടു കാണോ? അതിനുള്ള ചാൻസ് ഇല്ല. അവൻ നോക്കിയത് ബെഡ്റൂമിന്റെ ജനാലയിലൂടെ അകത്തേക്കാ. അവിടെ നിന്നാ ഇതിനകത്ത് നടക്കുന്ന സംഭവങ്ങള് കാണാൻ പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങൾ വന്നപ്പോ തന്നെ സാറിനെ വീൽ ചെയറിൽ ഇരുത്തിയല്ലോ. എന്നാലും മേഘൻ ഇപ്പോഴും ഞങ്ങളുടെ പുറകെ ആളെ വിടുകയാണല്ലോ. അവൻ കണ്ട കാഴ്ച അവന്റെ മനസ്സിൽ കിടക്കുക. അതൊരു സ്വപ്നമാണോ അല്ലയോന്ന് അവനിപ്പോഴും നിശ്ചയമില്ല. അത് മാത്രമല്ലല്ലോ അനന്തേട്ടാ, അന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ പലപ്പോഴും അവൻ കണ്ണേട്ടന്റെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കിയിട്ടുള്ളതാ. ആ സമയത്ത് ഇടത് കാൽവിരൽ അനങ്ങുന്നത് അവൻ കണ്ടിട്ടുണ്ടെന്നാ തോന്നുന്നേ. മഹി, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ മുഹൂർത്തത്തിലൂടെയാണ് നിങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് എല്ലാം നിസ്സാരായി കാണരുത്. 7ാം മാസത്തിൽ നിന്നോട് പറഞ്ഞല്ലോ ഇയാളെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോന്നോളെ. അത്രയും നാൾ എന്റെ കാര്യം പോലെ തന്നെ ഇയാളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് ആരും അറിയണ്ട. അത് നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ കാര്യങ്ങൾ പോട്ടെ. അപ്പോഴേ എന്നാ പിന്നെ കേക്ക് മുറിക്കാം. ആ, രണ്ടാളും കൂടെ ഒന്നിച്ചു നിന്നങ്ങോട്ട് മുറിച്ച്. ഇതൊക്കെ ജീവിതത്തിൽ എന്നും നടക്കുന്ന സംഭവങ്ങളല്ല. എല്ലാം ഒന്ന് പകർത്തട്ടെ. ഇനി ധൈര്യമായിട്ട് സാറൊന്ന് എഴുന്നേറ്റ് വന്നേ. വാ വാ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒതുക്കെടുത്ത്. ആയുരാരോഗ്യ സൗഖ്യത്തോടെ എന്റെ കണ്ണന് മഹാലക്ഷ്മി ഒരുപാട് വർഷം ജീവിക്കട്ടെ. എല്ലാ വർഷവും ഇതുപോലെ സന്തോഷത്തോടെ കേക്ക് മുറിക്കാൻ കഴിയട്ടെ. ഇനിയേ സാറന്മാരും ഭാര്യമാരും ഒന്ന് നിരന്നു നിന്നേ. ഓക്കെ.